പിണറായി തിന്ന് മുടിപ്പിച്ചില്ലേ, അതും പറയണം. എന്തായി ഭരണോ ഇപ്പം അത് തന്നെയല്ലേ, അതും പിടിച്ചു വെച്ചേക്കല്ലേ, തിന്നട്ടെ, അങ്ങൊരു തക്ക കട്ട് തിന്നട്ടെ. മുഖ്യമന്ത്രി ആകണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഇത് ചെയ്തു പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. അവിടെ എങ്ങും വോട്ട് ചെയ്ത് പോയാൽ പിന്നെ ഒരാളും വരില്ല. ഇങ്ങേറ്റം പോയാൽ മെമ്പർ വരെയും വരില്ല. വികസനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒന്നും ഒരു വികസനവും ഇല്ല മോനെ. ആക്കാലം അവർ അങ്ങനെ താരഭാഷക്കാരാണ്. അപ്പോൾ ഒരു പറവൂരുകാരി എന്ന നിലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നിയിരിക്കും. മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 25 വർഷം മുഖ്യമന്ത്രി ആയാലും ഒന്നും ചെയ്യൂല മാത്രമേ ഉള്ളൂ. അവിടെയുണ്ട് കാര്യം. അപ്പം അങ്ങോരിക്കടെ കാര്യം വലിയ കാര്യമുണ്ട്. ഞാനുള്ള കാര്യം തുറന്നു പറയും, മനസ്സിലായ? മുഖ്യമന്ത്രി ആകണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഇപ്പം ഞങ്ങൾ ഒരു 10-20 പെണ്ണുങ്ങൾ പോയി വീട്ടിൽ അങ്ങനെ പോയി കൊണ്ടുവന്നു. ഇവിടെ പെരുമ്പടന്നേലി കൊണ്ടുവന്നിട്ട് ചീതൂക്കടമെന്ന് പറയും, അവിടെ കൊണ്ടുവന്ന് റോഡ് കാണിച്ചു കൊടുത്തപ്പോഴാണ് മലക്കണത്, മനസ്സിലായ? ആ റോഡ് ഇപ്പം ശരിയായി വരെയാണ്. അതിൽ പിന്നെ VD സതീശൻ്റെ ഒരൊറ്റ ഇതാണ്. അപ്പോൾ 25 വർഷമായിട്ട് അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അപ്പോൾ അവിടെ ഈ പറവൂരിൽ എന്തൊക്കെ വികസനങ്ങളാണ്? വോട്ട് ചെയ്ത് പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. അവിടെ എങ്ങും വോട്ട് ചെയ്ത് പോയാൽ പിന്നെ ഒരാളും വരില്ല. ഇങ്ങേറ്റം പോയാൽ മെമ്പർ വരെയും വരില്ല അവിടെ. അതാണ് മെമ്പറും വന്നിട്ടില്ല. ആ റോഡ് ഞങ്ങളുടെ കിടക്കണേണ്ട നിങ്ങൾ അതിശയിക്കും. കുണ്ടും കുഴിയായിട്ട് കിടക്കണം ഞങ്ങളുടെ എന്ന് പറയുന്ന ചീതൂക്കളത്തിൽ ഇങ്ങാട് പോന്ന ഈ പെരുമ്പടന്നിലോട്ട് വന്ന വഴി, ആ ഷാപ്പും വഴി വരെ അറിയാമോ? ഇപ്പം അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയെല്ലാം ശരിയായി. ഇവിടെ നിന്ന് ഈ പെരുമ്പടന്നിൽ നിന്ന് അങ്ങോട്ടുള്ള വഴി ശരിയായി. അത് സതീശനെ കൊണ്ടുവന്നേ പിന്നെയാണ് ശരിയാക്കിയത്. അവരിവിടെ കൊണ്ടുവന്ന് കയറാവ് ചെയ്ത് കാറൊക്കെ പിടിച്ചിട്ട് അങ്ങനെ. അല്ല, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിലവിലുള്ളത് ഈ മണ്ഡലത്തിലാണ്? വഴി പ്രശ്നം, വെള്ളപ്പൊക്കം, വെള്ളം പൊങ്ങിക്കിടക്കണവിടെ കെട്ട് ഇത് പൊങ്ങാഞ്ഞിട്ടേ, ഈ സീവാള് പൊങ്ങാഞ്ഞിട്ട് വെള്ളം മുട്ടിക്കിടക്കാണ്. വെള്ളൊരു കെട്ടുകാരി വെള്ളം കയറ്റിക്കഴിഞ്ഞാൽ അപ്പം വെള്ളം മുങ്ങും, പറമ്പ് മുങ്ങും, നമ്മുടെ വീടിൻ്റെ മുറ്റവും മുങ്ങും. അങ്ങനെയാണ്. വികസനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒന്നും ഒരു വികസനവും ഇല്ല മോനെ. ആക്കാലം അവർ പറഞ്ഞാൽ താരഭാഷക്കാരാണ്, മനസ്സിലായ? പണിയെടുത്താൽ ജീവിക്കുക, അത്രേ ഉള്ളൂ. ആരും കൊണ്ടൊന്ന് വീട്ടിൽ തരും. പിന്നെ ഈ 2000 രൂപ 1600 രൂപ കിട്ടിയെന്ന് വെച്ച് അതൊരു സഹായം. അത് കുറേ നാളായിട്ട് കിട്ടിയില്ലല്ലോ. പിണറായി അതും വെച്ചില്ലേ അവിടെ, പിണറായി തിന്ന് മുടിപ്പിച്ചില്ലേ, അതും പറയണം. എന്തായി അതെ, നല്ല വിലോപ്പി 250 മോനെ തരാന്ന് പറയണല്ലാണ്ട് ഇപ്പോഴും തന്നിട്ടില്ല കാശി. വോട്ട് പിണറായിക്കൊക്കെ കഴിഞ്ഞല്ലൊക്കെ ചെയ്ത്, ഈ കൊല്ലം ചെയ്തില്ല, മാറ്റിക്കളഞ്ഞു. സത്യമാണ് ഈ പറഞ്ഞത്. പിണറായിയുടെ കുറേ നാളത്തെ പിടിച്ച് അതും വെച്ചിട്ടുണ്ട് പിണറായി ഭരിച്ചപ്പം. ഭരണോ ഇപ്പം അത് തന്നെയല്ലേ, അതും പിടിച്ചു വെച്ചേക്കല്ലേ, തിന്നട്ടെ, അങ്ങൊരു തക്ക കട്ട് തിന്നട്ടെ. ചാലിൽ വന്നാലും ശരിയാണ്. ഞാനിത് ഉള്ളത് വെറുതെ പറയണല്ല, നേരാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരും വിജയിക്കുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. നന്മ ചെയ്യണേര് വിജയിക്കും. നാടിന് എന്ത് ചെയ്യണ് അവർ വിജയിക്കും. അതാണ്, അത്രേ ഉള്ളു. പിണറായി ഇനി ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഇവിടെ വികസനം കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? കൊണ്ടുവരും. ഇപ്പം അവിടെ റോഡൊക്കെ കാണിച്ചതിൻ്റെ പേരിൽ ഒക്കെ കൊണ്ടുവരും, വികസനം കൊണ്ടുവന്നിരിക്കും. മുഖ്യമന്ത്രി ആകുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നൽ ആൾക്കാർക്കടെ ജനങ്ങൾക്കടെ വോട്ടിൻ്റെ പുറത്ത് ആയിരിക്കും അല്ലേ മോനെ? ജനങ്ങൾക്കടെ കയ്യാണിത്. അല്ലാതെ മോളിൽ നിന്ന് പൊട്ടിയിടുന്നല്ല വോട്ട്. അതാര് നന്മ ചെയ്യണം അവർക്കുണ്ടാവും, മനസ്സിലായ? ആര് നല്ലത് ചെയ്യണം അവർക്കുണ്ടാവും വോട്ട്. ഇങ്ങനെ ഈ റോഡ് ശരിയാക്കി തന്നാൽ ഈ 50 വോട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ 50 വോട്ടും ചെയ്തവർ ആ സ്ഥലത്ത് പിറ്റേ ആഴ്ച തന്നെ വന്ന് റോഡ് അവിടെ മന്ത്രിനെ ഈ സതീശനെ വിളിച്ചുകൊണ്ട് വന്നിട്ടേ ആ പിറ്റേ ആഴ്ചയിൽ റോഡ് വരെയാണ് അവിടെ. അതൊന്നും പോയി കാണില്ല. അങ്ങാണ്ട് ഇവിടെ നിന്ന് അങ്ങാണ്ട് ഒരു റോഡുണ്ട് പാലത്തിൻ്റെ ഇറക്കിൽ. ആ റോഡ് എവിടം വരെ ആയെന്നൊന്നും ചെന്ന് നോക്കും. ഇത്ര നാൾ ഒരാളും ചെയ്തില്ല. ആ റോഡ് 2-3 കൊല്ലോട്ട് നശിഞ്ഞ് കിടക്കുകയായിരുന്നു. കാര്യത്തിന് നടപടി ഉണ്ടായപ്പോൾ സതീശനെ ഉണ്ടാകാൻ വേണ്ടി എന്താ കഴിഞ്ഞ സീസണിൽ സതീശനെ ജയിപ്പിച്ച് കയ്യും കാണിച്ച് അങ്ങോട്ട് പോയതാണ്. പിന്നെ കൈ കാണിക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പോയി കൊണ്ടുവന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെയാണ്, ഞങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് നിന്ന് തന്നെയാണ്. ഞാൻ ഇല്ലട്ടോ, അങ്ങനെ പോയി കൊണ്ടുവന്നു. ദേ ചോദിച്ചു നോക്കിക്കോ സതീശനോട്. ദേ പിറ്റാഴ്ചയിൽ റോഡ് അതെവിടെ നിന്ന് ഉളച്ചി, എവിടെ നിന്ന് വന്ന്? അതാണ് അത് അറ്റം വരും. അതായത് ഈ ഷാപ്പും പടിക്ക തെക്കുവശം തയ്യപ്പിന്ന് തുടങ്ങി അങ്ങാടെല്ലാം റെഡിയായി, ഒക്കെ ടൈലിട്ടേക്കാണ്.
ആരുടെ വണ്ടി ഇതാണെങ്കിലും ശരിയാണ്, പണ്ട് ആരുടെ ആണെങ്കിലും ശരിയാണ്. റോഡ് നന്നായി, ഇനി ഞങ്ങളുടെ വഴി മാത്രമേ നന്നാകാനുള്ളൂ. അത് മെയിൻ്റെനൻസ് എന്നാണ് പറഞ്ഞത്. അവിടെ ജയിച്ച പെണ്ണേ, കോൺഗ്രസ്സിൽ നിന്ന് ജയിച്ച പെണ്ണ്, ആരെങ്കിലും എല്ലാത്തിലും കൈയിട്ട് വാരിയാലും എങ്ങനെയാണ്? ആരെങ്കിലും ഒരാളെ ജയിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യം തരണ്ടേ അല്ലേ? ഈ ഇപ്പോൾ നരേന്ദ്രമോദിനെ ജയിപ്പിച്ച് അങ്ങോട്ട് വന്ന് ഇവിടെ എന്ത് ചെയ്യാനാണ്? ഇതൊന്നും ഇവിടെ മണ്ഡലമാണല്ല, മനസ്സിലായ? അതെല്ലാം കൊണ്ടുവന്ന് കാണിക്കാം, പിണറായിനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.